നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടേക്ക് ഓഫിനിടെ വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് വിമാനം റദ്ദാക്കി. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 7:30 പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനത്തിലാണ് ഇത്തരത്തിൽ പക്ഷി ഇടിച്ചത്. ഇതിനെ തുടർന്ന് റദ്ദാക്കിയതും ടേക്ക് ഓഫിന് തൊട്ട് മുൻപാണ് വിമാനത്തിൽ പക്ഷി ഇടിച്ചത്. തുടർന്ന് ബാംഗ്ലൂരിലേക്കുള്ള വിമാനം റദ്ദാക്കുകയായിരുന്നു. ഇതിന് പകരം വൈകുന്നേരം വിമാനം പുറപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. തുടർന്ന് വിമാനമൊക്കെ തന്നെ പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിമാനയാത്രകൾ കുറച്ച് തലവേദനയായി മാറുന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ തലവേദനയായ ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ആ ഒരു വിമാന വാർത്ത കൂടി നോക്കാം. ഒരു ലോങ് ഫ്ലൈറ്റ് കൂടിയാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യവുമില്ല. വിമാനത്തിനുള്ളിൽ ഇരുന്ന് മുഷിയും. അതുപോലെ യാത്രക്കാർ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ കാരണവും ചിലപ്പോൾ വിമാനയാത്രകൾ കുറച്ച് പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട്. ഇപ്പോൾ ഇതാ അങ്ങനെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം എയർ ഫ്രാൻസ് വിമാനത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു യാത്രക്കാരന്റെ ചെറിയ അശ്രദ്ധ മൂലം ഉണ്ടായത് വലിയ തലവേദനയാണ്. പാരീസ് ടു കരീബിയനിലെ ഗ്വാഡുലൂപ്പിലെ പോയിന്റ് എ പീത്രൂവിലേക്ക് പറക്കാനാണ് വിമാനം കുതിച്ചുയർന്നത്. അതായത് പാരീസിൽ നിന്നും ലക്ഷ്യസ്ഥാനം വരെ 8 മണിക്കൂറാണ് യാത്ര. അങ്ങനെ എല്ലാ സേഫ്റ്റിയും പരിശോധിച്ച് വിമാനം 40,000 അടി ഉയർത്തി പൈലറ്റ് യാത്ര തുടരുകയും ചെയ്തു. പെട്ടെന്നാണ് വിമാനത്തിനുള്ളിൽ ഒരു യാത്രക്കാരന്റെ നിലവിളി കേട്ടത്. ക്യാബിൻ ക്രൂ ഉടനെ കാര്യം തിരക്കിയതും അയാൾ പറയുകയുണ്ടായി തന്റെ ഫോൺ നഷ്ടപ്പെട്ടു എന്ന്. പിന്നാലെ അധികൃതരോടും കാര്യം പറഞ്ഞു. ഫോൺ യുവാവിന്റെ കയ്യിൽ നിന്നും വഴുതി നേരെ വീണത് എയർ വെന്റിലാണ് വീഴുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇത് അപകട സാധ്യത വളരെ കൂടുതലുമാണ്. ചിലപ്പോൾ ഒരു വലിയ തീപിടുത്തത്തിന് വരെ കാരണമായേക്കാം. ഒടുവിൽ ഇക്കാര്യം പൈലറ്റിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോഴേക്ക് വിമാനം ഫ്രാൻസിന്റെ പടിഞ്ഞാറൻ തീരത്തേക്ക് എത്തിയിരുന്നു. ഒടുവിൽ ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വീണ്ടും വിമാനം തിരിച്ച് പാരീസിലേക്ക് തന്നെ വരേണ്ടി വന്നു. ഫ്ലൈറ്റ് റഡാറിലെ പരിശോധനയിൽ വിമാനം 2 മണിക്കൂറിലധികം ആകാശത്ത് പറന്നിരുന്നു. ഒടുവിൽ പൈലറ്റ് ഫ്രാൻസിന്റെ പടിഞ്ഞാറൻ തീരത്ത് ചുറ്റും ഒരു തവണ വളഞ്ഞ ശേഷം തിരികെ പാരീസിലെ എയർപോർട്ടിൽ എമർജൻസി ലാൻഡിംഗ് നടത്തുകയും ചെയ്തു. അങ്ങനെ എയർ ഫ്രാൻസ് വിമാനത്തിലെ 375 യാത്രക്കാരെയും 12 ക്രൂ അംഗങ്ങളുടെയും സേഫായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. ഇത് വലിയ തലവേദനയായല്ലോ എന്ന് പല യാത്രക്കാരും പറയുന്നുമുണ്ട്. എന്നാൽ വിമാനത്തിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത് എന്ന് അധികൃതർ വ്യക്തമാക്കി. കാരണം യാത്രക്കാരന്റെ കയ്യിൽ നിന്നും വഴുതി എയർ വെന്റിലിൽ വീണ ഫോണിന്റെ ലിഥിയം ബാറ്ററി കേടായതിനാൽ തീപിടുത്ത സാധ്യതയുണ്ട് എന്നും ഭയമാണ് വിമാനം തിരിച്ചിറക്കിയതെന്ന് അവർ പറയുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം എയർ ഏഷ്യ വിമാനത്തിനുള്ളിൽ ഒരു യാത്രക്കാരന്റെ ഫോണിന്റെ പവർ ബാഗ് പൊട്ടിത്തെറിച്ചിരുന്നു. ഉടനെ ഉള്ളിൽ മുഴുവൻ പുക ഉയർന്ന യാത്രക്കാരെല്ലാവരും പരിഭ്രാന്തിയിലാവുകയും ചെയ്തിരുന്നു. തുടർന്ന് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തുകയും ചെയ്തു. യൂറോപ്പിലെ ബജറ്റ് എയർലൈനായ ഈ ജർമ്മൻ വിങ്ങിന്റെ വിമാന അപകടത്തിൽ ഇന്ന് 10 വർഷം തികയുകയാണ്. 2015 മാർച്ച് 24-നാണ് കോ പൈലറ്റ് ആൻഡ്രിയാസ് ലൂബ്സിൻ എന്ന 27 വയസ്സുകാരൻ ജർമ്മൻ വിങ്സ് എയർബസ് വിമാനം മനഃപൂർവ്വം തകർത്ത് 150 പേരുടെ മരണത്തിന് കാരണമാക്കിയത്. ബാഴ്സലോണയിൽ നിന്ന് ഡ്യൂസൽഡോർഫിലേക്ക് പോവുകയായിരുന്ന 9525 നമ്പർ വിമാനമാണ് ഫ്രഞ്ച് ആൽപ്സിലെ ഈ ഹോട്ട് വെർനെറ്റ് പർവ്വതത്തിൽ തകർന്നു വീണത്. പൈലറ്റ് പാട്രിക് സോഡൻഹെമർ ഈ ടോയ്ലറ്റിൽ പോയപ്പോഴാണ് കോ പൈലറ്റ് ലൂബിറ്റ്സ് കോക്പിറ്റിൽ തരിച്ചായത്. കോക്പിറ്റ് വാതിൽ പൂട്ടി ഇയാൾ വിമാനം മലയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. 2001 സെപ്റ്റംബർ 11-ലെ ഭീകരാക്രമണത്തിന് ശേഷം കോക്പിറ്റ് വാതിലുകൾ സുരക്ഷിതമാക്കാൻ എയർലൈൻ കമ്പനികൾ തീരുമാനിച്ചിരുന്നു. ഇത് കാരണം പുറത്തു നിന്നുള്ളവർക്ക് കോക്പിറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു. ഈ സുരക്ഷാ സംവിധാനമാണ് പിന്നീട് 150 പേരുടെ മരണത്തിന് കാരണമായത്. സംഭവത്തിന് ശേഷം 2 പൈലറ്റുമാർ എപ്പോഴും കോക്പൈലറ്റിൽ ഉണ്ടാകണമെന്നും പൈലറ്റ് ടോയ്ലറ്റിൽ പോയാൽ ഒരു ക്രൂ അംഗം കോക്പിറ്റിൽ ഉണ്ടാകണമെന്നും നിയമം വന്നു. എന്നാൽ 2 വർഷത്തിന് ശേഷം ഈ നിയമം വീണ്ടും മാറ്റി. വാതിൽ അടച്ചിരുന്നത് സുരക്ഷിതമല്ല എന്നും പൈലറ്റുമാർ ബോധരഹിതരായാൽ വാതിൽ തുറക്കാനാകില്ല എന്നും പൈലറ്റുമാരും എയർലൈൻ കമ്പനികളും വാദിച്ചു. ലുബിറ്റ്സ് മാനസിക രോഗത്തിന് ചികിത്സ തേടിയിരുന്നു. ഇയാൾക്ക് അന്ധനാകുമോ എന്ന ഭയമുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യം ഇയാളുടെ തൊഴിൽ ദാതാക്കൾ അറിഞ്ഞിരുന്നില്ല. ദുരിതത്തിന് ശേഷം യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി പൈലറ്റുമാർക്ക് പതിവായി മാനസിക പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് പൈലറ്റുമാരുടെ സ്വയം വെളിപ്പെടുത്തലിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്. മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള പൈലറ്റുമാർക്ക് കരിയർ സുരക്ഷിതമാക്കി പ്രശ്നങ്ങൾ തുറന്നു പറയാൻ അവസരം ഒരുക്കണമെന്നും വിദഗ്ധർ ആവശ്യപ്പെട്ടു. ലുബിറ്റ്സ് വിമാനം പറത്തുമ്പോൾ ശക്തമായ മരുന്നുകൾ ഉപയോഗിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദുരിതത്തിന് ശേഷം ജർമ്മൻ വിങ്സ് എന്ന ബ്രാൻഡ് നാമം ലുഫ്താൻഡ ഒഴിവാക്കിയിരുന്നു. തുടർന്ന് യൂറോവിങ്സുമായി ലയിച്ചിരുന്നു. 2017 മുതൽ എല്ലാ വിമാനങ്ങളും യൂറോവിങ്സ് ഫ്ലൈറ്റ് നമ്പറുകളിലാണ് പറക്കുന്നത്.